വിഴിഞ്ഞം കടലോരത്തെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊവ്വര ക്ലിഫ് ഫ്ളാറ്റ് മാഫിയ ഇടിച്ചു നിരത്തുന്നു. ക്ലിഫ് പ്രദേശത്ത് 50 മീറ്റർ പരിധിയിൽ വൻകിട നിർമ്മാണങ്ങൾ പാടില്ലെന്ന ചട്ടം ലംഘിച്ചും തീരദേശ പരിപാലന നിയമം കാറ്റിൽ പറത്തിയുമാണ് 3 ഹെക്ടറോളം കുന്ന് ഇടിച്ചു നിരത്തുന്നത്. നിർമ്മാണത്തിന് ഇടതുമുന്നണി ഭരിക്കുന്ന കോട്ടുകാൽ ഗ്രാമപഞ്ചായത്ത് നൽകിയ അനുമതി റദ്ദാക്കാനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്യാനും വിജിലൻസ് നൽകിയ ശുപാർശയിൽ മാസങ്ങളായിട്ടും നടപടിയില്ല. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള വിഴിഞ്ഞം അടിമലത്തുറയിലെ ചൊവ്വര ക്ലിഫ് ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് വേണ്ടി ആഴ്ചകളായി ഇടിച്ചു നിരത്തുന്ന ദൃശ്യങ്ങളാണിത്. 2011 തീരദേശ പരിപാലന നിയമപ്രകാരം കടൽത്തീരത്ത് നിന്ന് 500 മീറ്റർ ചുറ്റളവിൽ വൻകിട നിർമ്മാണങ്ങൾ പാടില്ല. ഇതു ലംഘിച്ചാണ് അടിമലത്തുറയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 25 നിലകളിലായി 45,000 ചതുരശ്ര മീറ്ററിലധികം കെട്ടിട സമുച്ചയത്തിനാണ് കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതി. ചൊവ്വര ക്ലിഫ് പ്രദേശത്ത് 50 മീറ്ററിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന ചട്ടവും ലംഘിക്കപ്പെട്ടു. പുറമേ നിന്ന് ആർക്കും പ്രവേശിക്കാനാകാത്ത വിധത്തിൽ 10 മീറ്ററിലേറെ ഉയരത്തിൽ ഷീറ്റ് കൊണ്ട് മറച്ചാണ് കുന്നിടിക്കൽ. തലസ്ഥാനത്തെ പ്രമുഖ ഗുണ്ടയുടെ നേതൃത്വത്തിൽ 50ലേറെ ഗുണ്ടകളുടെ കാവലിലാണ് കുന്നിടിച്ചു നിരത്തുന്നത്. പ്രദേശത്തെ ഗുണ്ടാ സാന്നിധ്യത്തിനെതിരെ നാട്ടുകാർ DGPക്ക് പരാതി നൽകി. ഇടിച്ചുമാറ്റിയ 100 ലോഡിലേറെ മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയില്ല. 2014 UDF സർക്കാരിന്റെ കാലത്താണ് അടിമലത്തുറയിൽ വൻകിട ഫ്ളാറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയത്. UDFനായിരുന്നു അന്ന് കോട്ടുകാൽ ഗ്രാമപഞ്ചായത്ത് ഭരണവും. അടിമലത്തുറയിലെ വൻകിട നിർമ്മാണ അനുമതിക്കെതിരെ അന്ന് CPM ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾ CPM പ്രക്ഷോഭത്തിൽ അണിചേർന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെ UDF സർക്കാർ നിർമ്മാണാനുമതി പിൻവലിച്ചു. എന്നാൽ 2015 കോട്ടുകാൽ പഞ്ചായത്ത് ഭരണം ലഭിച്ചതോടെ CPM മുൻ നിലപാടിൽ നിന്നും മലക്കം പറഞ്ഞു. 2016 ഓഗസ്റ്റ് 30 ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകി. ഇതിനെതിരെ നിരവധി പരാതികൾ നാട്ടുകാർ വിജിലൻസിന് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് തിരുവനന്തപുരം SIU 1 നടത്തിയ പരിശോധനയിൽ എല്ലാ ചട്ടങ്ങളും മറികടന്നാണ് നിർമ്മാണാനുമതിയെന്ന് കണ്ടെത്തി. അടിയന്തരമായി കെട്ടിട നിർമ്മാണാനുമതി പിൻവലിക്കാനും അനുമതി നൽകിയ പഞ്ചായത്ത് സെക്രട്ടറിയെയും കൂട്ടുനിന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്യാനും പഞ്ചായത്ത് ഡയറക്ടറോട് വിജിലൻസ് ശുപാർശ ചെയ്തു. എന്നാൽ 1 മാസമായിട്ടും ശുപാർശയിന്മേൽ നടപടി ഉണ്ടാകുന്നില്ല. കുന്നിടിക്കൽ നിർബാധം തുടരുകയും ചെയ്യുന്നു. ബിജു ഗോപിനാഥ്, ന്യൂസ് 18 തിരുവനന്തപുരം.